കൊണ്ടുവന്നിരിക്കുന്ന കിറ്റുകൾ നമുക്കൊന്ന് നോക്കാം. അതിൽ ഞാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ടല്ലോ, നോമ്പ് കാലത്തെ തോരനുള്ളത്. ഇത് ഇത്തവണ അപ്പയ്ക്ക് കേമനായിട്ടാണല്ലോ, വലുതാണല്ലോ മേടിച്ചത്. ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചതാ. മേടിക്കണം, അമ്മയ്ക്ക് വേണ്ടി ഒന്നും മേടിച്ചിട്ടില്ല. എന്തിനാ അല്ലെങ്കിൽ വിഷമം? ഉദ്ദേശിച്ചതല്ല. എടുത്തെടുക്കട്ടെ. അടുത്തെടുത്തോ, അതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാ. ഇത് നല്ല കളർ കോമ്പിനേഷൻ. അതെങ്ങനെയുണ്ട്? ഞാനൊരു പശുവിന്റെ മോഡല് തപ്പി നടക്കുവായിരുന്നു. ത്രൂ ഔട്ട് കോട്ട് സെറ്റ് തയ്പ്പിക്കാതിരിക്കുക. ഇതൊക്കെ എവിടെന്നേ കിട്ടണേ? വേറെ ഏതെങ്കിലും ഒരു സാരി ഉടുത്തു കഴിഞ്ഞാൽ എനിക്ക് അഴിച്ചു മാറ്റാൻ 2288 വരും ഇന്നത്തെ ടോട്ടൽ പർച്ചേസ്. ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? സ്മൂത്തിയോ ഷെയ്ക്കോ ഒന്നുമല്ല, നല്ല ചിൽഡായിട്ടുള്ള കോൾഡ് കോഫിയാണ്. ദേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നല്ല കട്ടിയായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഇത്ര എൻജോയ് ചെയ്ത് കുടിക്കണേ. ഇന്ന് മാർച്ച് 6-ാം തീയതി, 6 വെള്ളിയാഴ്ച, വീക്കെൻഡ്. അതെ, ചൂട് കാരണം ഇരിക്കപ്പുറത്തില്ലാത്തൊരു കുളിയൊക്കെ കഴിഞ്ഞിരിക്കുക. മാർച്ച് ആയപ്പോഴത്തേക്കും ജനുവരി മുതലേ ചൂട് തുടങ്ങി. കാര്യം ഇടയ്ക്ക് 2-3 മഴയൊക്കെ കിട്ടിയെങ്കിലും മഴ പെയ്യണ ദിവസം നല്ല സുഖം അല്ലേ? കലശലായ മഴയാ, പക്ഷെ അത് കഴിയുമ്പോൾ നല്ല ചൂടാ പിറ്റേ ദിവസം. ഇപ്പൊ ചൂട് വരണേ ഉള്ളല്ലോ. അപ്പൊ അതൊക്കെ പോട്ടെ കാര്യങ്ങള്. അപ്പൊ വീക്കെൻഡിൽ കൊണ്ടുവന്നിരിക്കുന്ന കിറ്റുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഒരു ശീമാട്ടി കവർ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഇത് പുതിയ കവറാണല്ലോ എന്ന്. ഇത് നേരത്തെ കവറാണ്. നേരത്തെ ഒരെണ്ണം പുതിയ കവറാണ്. എന്നാന്ന് എനിക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ കാണും. അതെ, അപ്പൊ നമുക്കിത് ആദ്യം എടുക്കാം. ഇതില് ഞാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ടല്ലോ, നോമ്പ് കാലത്തെ തോരനുള്ളത്. ഉണ്ടാക്കണം ബട്ടൺ മഷ്റൂം. ഇന്നാൾ ആരോ ചോദിച്ചു ബട്ടൺ മഷ്റൂമിന്റെ റെസിപ്പി കാണിക്കാവോന്ന്. ലിങ്ക് ഇട്ട് കൊടുത്തായിരുന്നോ? അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റും. 80 രൂപ. 80 രൂപ. ഗ്രാമം വേണമെങ്കിൽ പറഞ്ഞേരേ. ഗ്രാമില്ല, 200 ഗ്രാം. ഇതൊക്കെ ഞാൻ ലുലുന്നാ മേടിക്കുന്നത്. ഇല്ലേ, റിലയൻസിന്ന്, ഇവിടെ മുളന്തുരുത്തിലെ റിലയൻസിന്ന് ഇന്നലെ ചെറുപയർ മുളപ്പിച്ചത് മേടിച്ചു. എന്നിട്ട് തോരനുണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നിനക്ക് ടേസ്റ്റ് ചെയ്യാൻ നല്ല ടേസ്റ്റാ, നല്ല ഫ്രഷാ. അത് 200 സംതിങ് ഏതാണ്ട് ഗ്രാമിന്. എത്രയാ റേറ്റ്? 30 രൂപ. 25 ഓഫറിന് 25 രൂപയ്ക്ക് ഓഫറിന് നമുക്ക് കിട്ടിയത്. റേറ്റ് 30 അപ്പൊ ഇത് ഇവിടെ ലുലുന്ന് വാങ്ങിച്ചതാട്ടോ. ഒന്നത് ബട്ടൺ മഷ്റൂം. നാളെ തോരൻ ഉണ്ടാക്കണം. ഈ വെജിറ്റേറിയൻ ഇതായതുകൊണ്ടേ, ഇപ്പൊ മീൻകറി ഇല്ലാത്തതുകൊണ്ട് ഇരിപ്പ് കറി ഒന്നുമില്ല. സാമ്പാറും ഒരു വെച്ചോ സ്ഥിരം ഇരിപ്പ് കറി ആയിട്ടുള്ളത്. ഇത് ഇത്തവണ അപ്പയ്ക്ക് കേമനായിട്ടാണല്ലോ, വലുതാണല്ലോ മേടിച്ചത് ഇത്തവണ. 1 കിലോ അങ്ങ് മേടിച്ചു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഇപ്പം മിക്കവാറും ദിവസം ചപ്പാത്തിയാ. അതെ, ഞാൻ കഴിക്കാറില്ല കേട്ടോ ചപ്പാത്തി. എനിക്ക് അടുപ്പിച്ച് തിന്നാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാറില്ല എന്ന് പറഞ്ഞു മൂക്ക് കടിക്കണം. അപ്പൊ ഞാൻ അതിനുണ്ടാക്കണത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് വഴറ്റി വെച്ച് ഒരു ദിവസം അത് പിടിക്കാൻ വേണ്ടി വഴറ്റി വെച്ച് ഈ ഹാഫ് കുക്കല്ലേ ഇത് ഇട്ടേച്ച്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ പീസാ, ബ്രില്ലറിന്റെ ഗ്രീൻ പീസാണ്. ആ ഗ്രീൻ പീസും ചേർത്ത് ഇച്ചിരി വേപ്പിലയൊക്കെ ഇട്ട് ഇച്ചിരി മല്ലിയിലൊക്കെ ഇട്ട് പച്ചമുളക് എരിവിന് ചേർക്കണം. വെജിറ്റബിൾ മസാല ഇതുവരെ ഇട്ടിട്ടില്ല. ഞാനൊരു സ്വല്പം കുരുമുളക് പൊടി ഇടും, ഗരം മസാല ഇടും. അപ്പൊ ഇത് ഇത്തവണ ഇവള് മേടിച്ചോണ്ട് വന്നേ 1 kg ആണോ? 1 കിലോയാ. അതെന്താ വെച്ചാ 1/2 കിലോയ്ക്ക് 159 രൂപ. 1 കിലോയുടെ റേറ്റ് 289 ആണ്. പക്ഷെ ഓഫർ കഴിഞ്ഞ് 144 കിട്ടിയില്ലേ? അപ്പൊ ഇതല്ലേ ലാഭം? ഇത് ലാഭാ. മറിച്ച് കാണിച്ച അതിന്റെ പ്രൈസ് ഉണ്ട്. അതൊക്കെ കാണിക്കാം. തണുത്തിരിക്കണം. അതെ, പ്രൈസ് ഇവിടെ ഉണ്ട്. 289 രൂപയാണ്. പക്ഷെ നമ്മളോട് എടുത്തിരിക്കുന്ന 144 കേട്ടോ റേറ്റ്. എന്റെ മൂക്ക് അടിച്ചിട്ട് ഒരു നോത്തിയില്ലോ പറയണ്ട എന്നെ പറ്റി. മൂക്ക് കടിക്കുമ്പോ ആരോ നമ്മളെ പറ്റി പറയാണ് എന്നുള്ള ഒരു പഴയ ഒരു കൺസെപ്റ്റ് ആണത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ, ഭയങ്കരമായിട്ട് കടിക്കാനുണ്ട്. അപ്പൊ ഇതെന്നാ ഇത് മാത്രം ഈ പച്ച നിറത്തിലിരിക്കണേ? ഈ പച്ച നിറത്തിലിരിക്കുന്നത് ഇത് ഹാഫ് കുക്ക്. അതേ ഇങ്ങനെ പയറായിട്ട് ഏഞ്ചലേച്ചി എന്ന് വിളിച്ചപ്പോ ഒരു ഇതിനെപ്പറ്റി പറഞ്ഞ, അതായത് പയറായിട്ടിരിക്കുന്ന പച്ച ഗ്രീൻ പീസ് ഹാഫ് കുക്ക് ചെയ്തെടുക്കണതാ. നമ്മള് സാധാരണ ഇവിടെ പാക്കറ്റില് മാർജിൻ ഫ്രീ അപ്പയുടെ ഞാൻ ഗ്രീൻ പീസ് പറയുമ്പോ മേടിച്ചോണ്ട്, അവിടെയും ഇങ്ങനത്തെ ഉണ്ടെങ്കിലും ഞാൻ പറയും ഉണങ്ങിയ ഗ്രീൻ പീസ് മേടിച്ചോണ്ടെന്നാണ് പാക്കറ്റിലിരിക്കുന്നത്. ആ പാക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ കാണിക്കാം. അത് ലൈറ്റ് ഗ്രീനാ. ലൈറ്റ് ഗ്രീൻ ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം. അറിയാം. ഇത് ഹാഫ് കുക്ക്. അതേ
പയറുണ്ടോ, അങ്ങനെ ഇതിൽ നിന്ന് പൊളിച്ചെടുത്തേച്ച് അങ്ങനെ ചെയ്യണം. അപ്പൊ ഏഞ്ചല് പറഞ്ഞു തിരുവാങ്കുളത്ത് ഏതോ ഒരു ഷോപ്പിൽ ഇതേ ഇങ്ങനെ ഫുൾ ഫോമില ഗ്രീൻ പീസ് കിട്ടും, നീ പയറോട് കൂടി എന്നിട്ട് പൊളിച്ചെടുക്കൂന്ന് അവിടെ നിന്ന് അപ്പട് പറഞ്ഞിട്ട് വിളിച്ചപ്പ. അപ്പൊ ഈ ഗ്രീൻ പീസ് കറിയെ പറ്റി പറയണ കേട്ടോ. അപ്പൊ ഞാൻ കുരുമുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയും ചേർത്ത്, ഇനി വേണമെങ്കിൽ ഇച്ചിരി വെജിറ്റബിൾ മസാല മേടിച്ചേച്ച് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കണത്. ഈ കറി ഉണ്ടാക്കണ ഒരു ദിവസം വീഡിയോ എടുക്കാം. നല്ല കറിയാണ്. ഒരു സ്വല്പം ചൂടുവെള്ളം എന്നിട്ട് ഒഴിക്കും, അപ്പൊ ഒന്ന് പെരണ്ടിരിക്കും. വേറെ ഒന്നും അതിൽ ചേർക്കൂല, ഒരു ദിവസം കാണിക്കാതെ. അപ്പൊ ഓക്കെ, ഇത് രണ്ടുമാണ് ലുലൂല. ഇത് രണ്ടും ലുലൂല അല്ലേ? ലുലൂല. ഇത് കയ്യോടെ തണുത്തുമല്ലേ ഇരിക്കുന്നത്, ഫ്രിഡ്ജിലേക്ക് വെക്കാം കേടാവാതെ. ഇത് ഫ്രീസറിലാണ് ഞാൻ വെക്കാറ് കൂടുതലുള്ളത് കൊണ്ട്. ഇത് ഫ്രിഡ്ജിലാണ് വെക്കണേ. കവറും തേന്ന് അരഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരിടത്ത് വെക്കാം. കാറിലെ ബോക്സ് എടുത്ത് വെച്ചതാ ബൊഗൈൻവില്ല മേടിക്കാനാ ഉദ്ദേശിച്ചു. പക്ഷെ ചില്ലി റെഡ് വന്നോ, പൂ ആവണേ ഉള്ളു. അപ്പൊ അവര് പറഞ്ഞു ഇച്ചിരി പൂത്തട്ടെടുക്കാന്ന് പറഞ്ഞു. പൂ 2-3 പൂ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അടുത്ത ആഴ്ചത്തേക്ക് അവര് പറഞ്ഞു പൂ ആകും, അന്നേരം കൊണ്ടുപോകാന്ന് പറഞ്ഞതുകൊണ്ട് ബോക്സ് എടുത്ത് പുറത്ത് വെച്ചേച്ച് പോയതാ. പക്ഷെ എടുക്കാതിരുന്നോണ്ട് ഇനി ബോക്സ് എടുത്ത് കാലത്തെ കാറിന്റെ ഡിക്കിയിലേക്ക് വെക്കണം. സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിലാ ഇട്ട് വെക്കണത്. അപ്പൊ പേപ്പർ മാറ്റട്ടെ. ഇനിയാണ് കിറ്റ്. ഇത്തവണ വിമൻസ് ഡേ പ്രമാണിച്ച് ഞാൻ എനിക്ക് വേണ്ടി മേടിക്കണം. അമ്മയ്ക്ക് വേണ്ടി ഒന്നും മേടിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി മേടിച്ച് നീ അലമാരി ഓൾറെഡി 2 അലമാരിയിലുണ്ട്, ഇനിയും അലമാരി ഉണ്ടാക്കാൻ പറ്റൂല. പക്ഷെ ഷീമാട്ടിയിലുണ്ടല്ലോ ഒരുപാട് നെറ്റ് കോട്ട സാരി വന്നിട്ടുണ്ട്, അമ്മ ഉപയോഗിക്കുന്ന ടൈപ്പ് നെറ്റ് കോട്ട. ഒത്തിരി ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ട് സമ്മർ പ്രമാണിച്ച്. സമ്മർ ഞാൻ അടുത്ത ആഴ്ച ഞാൻ ഒരു ദിവസം ഇറങ്ങിക്കോളാം. അന്നേരം നല്ല നല്ല കളറുകളുണ്ടോ? നല്ല കളേഴ്സ് അവിടെ ഡിസ്പ്ലേ ഇട്ടേക്കും തൂക്കിയാ. ഞാൻ ഒരു ദിവസം ഒന്ന് പോകാം. അപ്പൊ ഞാൻ ഓരോന്ന് എടുക്കട്ടെ. പക്ഷെ ഇത്തവണ കിറ്റില് എനിക്കുള്ളതാണെങ്കിലും അടുത്ത ആഴ്ച ഒരുപാട് കൊറിയറുകൾ വന്നതിലെല്ലാം അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാ. അല്ല എനിക്കിപ്പോ എപ്പോഴും ഇങ്ങനെ എനിക്ക് മേടിച്ചു കൂട്ടുണ്ടാക്കണേ കൊറിയർ വരുന്നോണ്ടിരിക്കും ഓരോ ദിവസവും. അതിന്റെ ആവശ്യമില്ലാന്നേ. അതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതും പലതവണയായി മേടിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളതുമായ സാധനങ്ങളാ. അപ്പൊ വിഷമം വേണ്ട. എന്തിനാ അല്ലെങ്കിൽ വിഷമം? അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളതെല്ലാം മേടിക്കണുണ്ട്. ഇനിയിപ്പൊ എന്തിനാ വിഷമിക്കണ? അതെ, ഓരോന്ന് എടുക്കാം. അങ്ങനെയെങ്കിലും ഒരു ഡ്രസ് ഒന്ന് മേടിക്കട്ടെ. ഉദ്ദേശിച്ചതല്ല. അമ്മ ടീഷർട്ട് ഇവിടെ അതൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല, എന്നെ പോലും ടീഷർട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ടീഷർട്ട് ഒന്നല്ല, ടോപ്പായിരിക്കും. കോട്ടൺ ടോപ്പാ. ഇവിടെ ഒരു പിങ്ക് പലാസോ ഇരിപ്പില്ലേ, ഒരെണ്ണം പിങ്ക് ഇരിപ്പുണ്ട് ഇവിടെ, അതിന്റെ കൂടെ ഇടാനായിട്ടുള്ളതാ. പലാസോയോ? പലാസോ പോലത്തെ ലൂസ് പാന്റ് ഇന്നാള് മേടിച്ചതാണോ? കുറച്ച് നാള് മുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു ടോപ്പ് അതിന് വന്നു കഴിഞ്ഞിട്ട് ഇടാന്ന്, അതിന്റെ കൂടെ ഇടാനുള്ളതാ ഇത്. പിങ്ക് പ്ലെയിനാ? പ്ലെയിൻ അല്ല, ഒരു ഹക്കോബ പോലത്തെ. ഇവിടെ പറഞ്ഞ ഇരിപ്പുണ്ട്. മെറൂണാന്ന് തോന്നുന്നു. പിങ്കാ അതിന്റെ കളറ്. അലമാരിയിലുണ്ടാവും. പ്യുവർ കോട്ടനാ. ഇച്ചിരി ഷേപ്പ് ചെയ്യാനുണ്ട്, അതാ പിന്നെ ഞാൻ ഇടാതിരുന്നത്. ഇച്ചിരി ഷേപ്പ് ചെയ്യാനുണ്ട്, പക്ഷെ നല്ല തുണിയാട്ടോ. പ്യുവർ കോട്ടൺ ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാ മേടിച്ചാൽ ഞാൻ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജീൻസിന്റെ കൂടെ ഒക്കെ ഇടാൻ നല്ലതാണ്. പിന്നെ ലൂസ് ബോട്ട ഏതിന്റെ കൂടെ വേണേലും ഇടുകയും ചെയ്യാം. ഭയങ്കര കംഫർട്ടബിൾ ആ. നല്ല കോട്ടനാ ഇത്. പിങ്ക് ഇട്ടാ നന്നായിട്ട് ചേരുകയും ചെയ്യും. ഇച്ചിരി ഷേപ്പ് ചെയ്യാനുണ്ട്, ഇത്തിരി ലൂസാ എനിക്ക്. അതാ രംഗിലെ കൊടുക്കുമായിരിക്കും. ഇപ്പൊ എനിക്ക് മീഡിയം ലൂസാ, സ്മോള് ഇറുക്കോ, രണ്ടിനും ഇടയിലുള്ളതാ ഇപ്പൊ എന്റെ സൈസ്. നേരത്തെ എനിക്ക് മീഡിയം കറക്റ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് മീഡിയം ലൂസാ. ഇതെനിക്ക് ലൂസാ, ഇത് മീഡിയം കറക്റ്റ് സൈസ് ആയിരുന്നു എനിക്ക്, പക്ഷെ ലൂസായി. പക്ഷെ സ്മോൾ ഇടാനും പറ്റില്ല, അതിപ്പോ വല്ലാത്ത കെണിയായി. അത് കാരണം മറ്റത് ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോ അതേപടി ഇടായിരുന്നു. ഇപ്പൊ അതങ്ങനെ പറ്റുന്നില്ല. ഇതിന്റെ താഴെയുള്ളത് മേടിച്ചാൽ അത് ഇടാൻ പറ്റൂല. പിന്നെ അതാ കുഴപ്പം. അത് പറ്റൂല, അതായത് പ്രശ്നം. അപ്പൊ ഞാൻ ലിങ്ക് വീഡിയോയിൽ തന്നെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. വീഡിയോ തുടങ്ങി കുറച്ച് കഴിയുമ്പോ തന്നെ താഴെ വരും കേട്ടോ, വ്യൂ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും, അതിനകത്ത് ഉണ്ടാവേ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നേരിട്ട് പർച്ചേസ് ചെയ്യുകയും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് 138 രൂപയാണ് ആയത്. ബില്ല് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ. കാണാൻ കേട്ടോ. റേറ്റ് പറഞ്ഞേരെ. റേറ്റ് ഞാൻ മറന്നു, ഇവിടെ ഞാൻ കൊടുക്കാം. അത് മതി, കൊടുത്തേക്കാം കേട്ടോ. ഓൺലൈൻ വന്നോ അല്ലേ? അതെ.
വലിയ വിലയൊന്നുമില്ല അതിന്. കോട്ടൺ ആണ്, വലിയ വിലയൊന്നുമില്ല. വേനൽക്കാലത്ത് അതെ ഇങ്ങനെ ഇരിക്കട്ടെ ഇവിടെ അല്ലേ, മാറ്റി വെക്കാം. ഇതാക്കട്ടെ, ഇനി അടുത്തെടുക്കട്ടെ. അടുത്തെടുത്തോ, അതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാ. എല്ലാം എടുക്കുവാണോ? ആഹാ, എടുത്തങ്ങ് നിരത്തി വെക്കുക. ഓരോന്നോരോന്ന് പിന്നെ അപ്പ കുത്തി തുറക്കണ്ടല്ലോ. തുറക്കട്ടെ, തുറന്നോ. പോത്തീസാണ്. ഇത് നല്ല കളർ കോമ്പിനേഷൻ, നല്ല കളറാ. അത് ആക്ച്വലി ഇതൊരു കോട്ടൺ ടോപ്പിന് മേടിച്ചതാ. ഇത് ഞാൻ കുറച്ച് നാള് മുമ്പ് മേടിച്ച് ഇവിടെ വെച്ചിരുന്നതാ. അപ്പൊ ആദ്യം ഞാൻ ടോപ്പ് മാത്രം തയ്ക്കാന്നാ വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി അത് കോഡ് സെറ്റ് ആക്കാം. അപ്പൊ ഞാന് ഇതിന്റെ 2.5 മീറ്റർ കൂടെ സെപ്പറേറ്റ് വേറെ മേടിച്ചത് ആ കവറിൽ ഇരിപ്പുണ്ട്. ഇത് 1 മീറ്റർ 289 രൂപയാണ്. ഇതിന് വിലയുണ്ട്. പക്ഷെ നല്ല സാധനം, നല്ല പ്യുവർ കോട്ടനാ. എപ്പോഴും സമ്മർ ആവുമ്പോ ഞാൻ കുറച്ച് കോട്ടൺ എടുത്തു വെക്കും. ആവശ്യം. പിന്നെ എനിക്ക് സോഫ്റ്റ് കോട്ടനും ഇഷ്ടമല്ല. എനിക്ക് മൊരുമൊരുന്നിരിക്കണ എനിക്ക് സോഫ്റ്റ് അത്ര ഇഷ്ടമല്ല. എനിക്ക് മൊരുമൊരുന്നിരിക്കണ ഇഷ്ടം. അതിന്റെ ഇതിലാണോ? അതിലായിരിക്കണേ. അതിന്റെ അത് ഒന്നിച്ച് കാണിക്കാം. പിന്നെ കൊറേ ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോഴും ആ മെറ്റീരിയൽ അവിടെ ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് കോട്ട് സെറ്റിന് അത് എടുക്കാൻ പറ്റി. പക്ഷെ അതിന് വില ഇച്ചിരി കൂടുതലായി, 289 രൂപയാണ് പെർ മീറ്റർ. പിന്നെ കോട്ട് സെറ്റ് ആണല്ലോ എന്ന് വിചാരിച്ച് അത് കണ്ട 2 രണ്ടും കോട്ട് സെറ്റ് ആവുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അത് നല്ലതാ, കളർ നല്ല. എനിക്ക് പിങ്ക് ഷെയ്ഡ് ഇഷ്ടമായത് കൊണ്ടായിരിക്കും. എല്ലാം അടുത്ത ആഴ്ച തയ്ക്കാൻ കൊടുക്കണം. അന്നേരം ഇത് ഷേപ്പ് ചെയ്യിച്ചാൽ അന്നേരം ഷേപ്പ് ചെയ്യാൻ കൊടുക്കാന്ന് ഓർത്തിരിക്കുക. 2.5 മീറ്റർ വെച്ച് മാറ്റി വെക്കട്ടെ. മൊരാന്ന് എനിക്ക് നിർബന്ധ കോട്ടൺ മേടിക്കും. അത് കലങ്കാരിക്ക് മിക്കപ്പോഴും കിട്ടുള്ളൂ. അതെങ്ങനെയുണ്ട്? ഞാനൊരു പശുവിന്റെ മോഡല് തപ്പി നടക്കുവായിരുന്നു. ഫുള്ള് പശു. അതേ കണ്ടോ? ആദ്യം കോട്ട് സെറ്റ് ആക്കാന്ന് ഓർത്തു. ഞാനൊരു കാര്യം പറയട്ടെ, പിന്നെ ഞാൻ പക്ഷെ ടോപ്പ് ഇത്ര എടുത്തോളൂ. ഇനി വേണം തോന്നുവാണെങ്കിൽ എടുക്കാം. എല്ലാവർക്കും സ്വന്തം ഇഷ്ടമാണ് ഡ്രസ്സ് ചെയ്യണതെങ്കിലും ത്രൂ ഔട്ട് കോട്ട് സെറ്റ് തയ്പ്പിക്കാതിരിക്കുക. കുറെ കോട്ട് സെറ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന് മെറൂണോ അല്ലെങ്കിൽ പച്ചയുണ്ടല്ലോ, കറുപ്പോ ഏതെങ്കിലും ഇട്ടിടുക. വേണമെങ്കിൽ പാന്റ് ഏത് വേണമെങ്കിലും. ടോപ്പിന്റെ പേരിൽ ഇപ്പൊ തൽക്കാലം എടുത്തേക്കണം. ടോപ്പായിട്ട് തയ്പ്പിച്ചാൽ മതി. ഇതിന് കോട്ട് സെറ്റ് വേണ്ട. ഇത് തീരെ വിലയില്ല കേട്ടോ, 155 രൂപ. ഇതിന് കോട്ട് സെറ്റ് തയ്ച്ചാലും ഇതിന്റെ കളർ ഇതുപോലെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കില്ല. കോട്ട് സെറ്റിന് എപ്പോഴും ബ്രൈറ്റാ നമുക്ക് നല്ലത്. നിറം കുറഞ്ഞവർക്ക് എപ്പോഴും ബ്രൈറ്റ് ആയിട്ടുള്ളതാ കോട്ട് സെറ്റിന് പ്രത്യേകിച്ച് നല്ലത്. ഇത് കോട്ട് സെറ്റ് സൂപ്പർ ആയിരുന്നു. ഞാൻ അഭിപ്രായം പറഞ്ഞതേ. തീരെ വില കുറവായത്. പക്ഷെ ആ മൊരുമൊരാന്ന് കണ്ടപ്പോ ഞാൻ അവിടെ പശു എനിക്കൊരു പശുവിന്റെ പ്രിന്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ പലയിടത്തും നോക്കിയെങ്കിലും ഉണ്ടല്ലോ ഈ പശുവിന്റെ ഒക്കെ സോഫ്റ്റ് കോട്ടൺ ആയിരുന്നു. അപ്പൊ എന്തെങ്കിലും ഇത് കാണുമ്പോ അത് ഈ കലങ്കാരിയുടെ ഓരോ മോഡലായിരിക്കും. പോത്തീസാണോ? അത് പോത്തീസ് ഉണ്ടല്ലോ. ഇങ്ങനെ ഇതിന് എത്രയാന്ന് പറഞ്ഞ 155 രൂപയുള്ളൂ പെർ മീറ്റർ. നല്ല മുരുമരാന്നിരിക്കുന്ന സോഫ്റ്റ് കോട്ടൺ അല്ലാട്ടോ. ഇത് നല്ലതാ, നല്ല രസമുണ്ട് ഇതില് പശു. ഇത് മറ്റേ ലോങ് ടോപ്പ് ആയിട്ട് തയ്ക്കാനും നല്ലതാ. ഷർട്ട് മോഡലേ ലോങ് ടോപ്പ് ഞാൻ ഇടയ്ക്ക് തയ്ക്കാറില്ലേ അത്. എടുത്തോ. അത് പഴയതാണ്, പുതിയതല്ല. തയ്ക്കാനായിട്ട് ഞാൻ കൊടുക്കാനായിട്ട് സെറ്റാക്കി വെച്ചിരുന്നതാ. ഇത് മുയൽക്കുട്ടന്മാരാ, കണ്ടോ? പണ്ട് രാധാകൃഷ്ണന്ന് മേടിച്ചതാ. ഇപ്പോഴും നല്ല രസമായിട്ട് ആ തുണിയിരിപ്പുണ്ട് കണ്ടോ? പണ്ട് കുറേ നാൾ മുമ്പ് 2.5 മീറ്റർ. നല്ല രസമുള്ള. ഇത് ഒരു വൈറ്റ് ഹക്കോബ ബോട്ടം ഇരിപ്പില്ല, അതിന്റെ കൂടെ ഇടാം ഈ ടോപ്പ്. തയ്ച്ചതല്ലേ ഇത്? തയ്ച്ചത്. ഈ പിങ്ക് എനിക്ക് ഏതാണ്ട് പിടിയിട്ടില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഡാർക്ക് ബ്ലൂ അല്ല, ബ്ലൂ ബ്ലാക്ക് കളറായത്. മുയൽക്കുട്ടന്മാര് നല്ല രസമുണ്ട്. അത് തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന, പുതിയതല്ല കേട്ടോ. ആ വൈറ്റ് അടിയിലിടുമ്പോ നല്ലതായിരിക്കും. പിന്നെ ഈ കളറ് അമ്മയ്ക്ക് അതൊന്നും പറ്റില്ല. കളറ് നമുക്ക് ഐഡിയയിൽ വൈറ്റ് ഇടുമ്പോ കുഴപ്പമുണ്ടാവൂല. കവറിങ് മാറ്റട്ടെ കേട്ടോ. ഇനിയും ഉണ്ട് അതിനകത്ത്. എടുക്കാം. ഒരു പാക്കറ്റും കൂടെ ഉള്ളൂ. ഏതാണ്ട് ഒരു ചെറിയതാണ്. ചെറുതും ഉണ്ട് വലുതും ഉണ്ട്.
അതും ഇച്ചിരി പഴയതാന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്ന ഞാൻ ഈ തുണി സമയമുള്ളപ്പോ ഒക്കെ മേടിച്ചു വെക്കും. അത് റോ കോട്ടൺ ആണ്, ഫുൾ കോട്ടൺ. ഇടയിൽ ഒരു അജ്രാക്കിന്റെ പീസ്. അജ്രാക്കിന് ഭയങ്കര വിലയാ. ഇതാണോ? അജ്രാക്കിന്റെ. അതുകൊണ്ട് കൂടുതൽ മെറ്റീരിയൽ ഞാൻ അത് മേടിച്ചില്ല, ഭയങ്കര വിലയായതുകൊണ്ട്. ഇത് കണ്ടോ, ഇതിന്റെ വില 549 രൂപ പെർ മീറ്റർ. അതുകൊണ്ട് 1/2 മീറ്റർ എങ്ങാണ്ടേ മേടിച്ചുള്ളൂ. എന്നിട്ട് ആ ബ്ലാക്ക് ഇത് പ്യുവർ കോട്ടൺ ആട്ടോ. ഇതൊക്കെ എവിടെന്നേ കിട്ടണേ? ഇത് പോത്തീസ് മേടിച്ച. ഇനി അവിടെ ഞാൻ അറിയൂല, അല്ലെങ്കിൽ അവരോട് പറയായിരുന്നു ഇങ്ങനെ ചെല്ലുമ്പോ ഈ ബ്ലാക്ക് കൊടുക്കാതിരിക്കാന്ന്. 148 രൂപയാണ് പെർ മീറ്റർ. ഇതെനിക്ക് ഡിസൈൻ ചെയ്യാൻ അജ്രാക്കിന്റെ ആ മെറ്റീരിയല് ഫ്രണ്ടിൽ വെച്ച്. എനിക്ക് അതിനെപ്പറ്റി അധികം പറഞ്ഞാൽ വേണ്ട, കാരണം ബ്ലാക്ക് ആയതുകൊണ്ട്. ഞാൻ എടുത്ത് വെച്ചോളാം, പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട്. അപ്പൊ അതൊക്കെ തയ്ക്കാൻ കൊടുക്കണം. കുറച്ച് നാള് മുമ്പ് മേടിച്ചതാട്ടോ അത് തയ്ക്കാനായിട്ട്. ഞാൻ ഒരുമിച്ച് കവറിൽ വെക്കണം. കവറിൽ വെച്ചേരാം. തയ്ക്കാനായിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഒരുമിച്ച് വെക്കാം. മറ്റേത് പുതിയതാട്ടോ. ഇത് നേരത്തെ എടുത്തതായിരുന്നു. അത് നേരത്തെ എടുത്തോ. ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് വെച്ചിരുന്നത്. അപ്പൊ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് കരുതി. ഇതൊക്കെ സമ്മർ വൈബുള്ള ഡ്രസ് മെറ്റീരിയൽസ് അല്ലേ. സമ്മർ വൈബ് ഉള്ളത് കാണാൻ ഇഷ്ടമായിരിക്കും ഇപ്പൊ ആ സീസൺ ആയതുകൊണ്ട്. അതും ഒരു കോഡ് സെറ്റിന് വേണ്ടി മേടിച്ചതാ. ചീമാട്ടിയിൽ ഒത്തിരി കലങ്കാരി മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേനക്ക് ഒത്തിരി വന്നിട്ടുണ്ട് അവിടെ. സാരിയും വരും അവരുടെ. ഇത് ഞാൻ 4.5 മീറ്റർ എടുത്തിട്ടുണ്ട്. 2.25 വെച്ച് തയ്ക്കാൻ. പെർ മീറ്റർ 200 രൂപ. കോട്ടൺ. പക്ഷെ ഇത് നല്ലതാട്ടോ. നല്ല മൊരുമൊരാന്നിരിക്കുന്ന കോട്ടൺ ആണ്. കോട്ട് സെറ്റിന് അടിപൊളിയായിരിക്കും. ഒരു ഞാൻ എടുക്കാത്ത ഒരു കളറാ ഇത്. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു കളർ എടുത്തിട്ടില്ല. എനിക്ക് പക്ഷെ ഈ ഇതാ ഏറ്റവും ഇഷ്ടപ്പെട്ട. അതെനിക്കറിയാം. അമ്മ പിങ്ക് അല്ല, എനിക്ക് ഓറഞ്ച്, പിങ്ക്, ലാവൻഡർ ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അത് നമുക്കൊക്കെ ചേരും. അതുകൊണ്ട് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബ്ലാക്ക്. ഇത് വെന്നേം വേണ്ടില്ല. ഇത് നല്ലതാ, ഇത് കുഴപ്പമില്ല. ഇതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സാധനം നല്ലതാ, നമുക്ക് ചേരൂല. ഇത് നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാം. അടിയിൽ വൈറ്റ് ഹക്കോബ ഇടമ്പ. ബ്ലാക്ക് ഒക്കെ എല്ലാവർക്കും തന്നെ ചേരൂന്നേ. ചേരില്ല എന്ന് അമ്മയ്ക്ക് തോന്നണതാ. ഇതിവിടെ വെച്ചേച്ച് പടം എടുത്തേച്ച് പിന്നെ കവറുകളിൽ ഒന്നുകൂടി ഒന്ന് തുറന്നോ. അപ്പൊ ശരിക്കും ഫുൾ അതിന്റെ പ്രിന്റ് തന്നെയാണ്. ഫുൾ അതെ, ഇങ്ങനത്തെ ഒരു പ്രിന്റ് തയ്ച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാലോ. അതിനും വിഷയമില്ലല്ലോ ഉള്ള കാര്യം. സാധാ കോട്ടൺ, കലങ്കാരി കോട്ടൺ ആണ്. ഇങ്ങനത്തെ ഒക്കെ കോട്ടൺ ഇട്ട് നടക്കുമ്പോ തന്നെ എന്തൊരു സുഖാന്നറിയോ. ഭയങ്കര സുഖാണ്. എന്നതാ ചൂട്. എനിക്ക് ഇങ്ങനത്തെ ചൂടുണ്ടോ അവിടെ? ഭയങ്കര കംഫർട്ടബിൾ ആ ഇങ്ങനത്തെ ഇടാൻ. വേറെ ഒന്നും നമുക്ക് ഇടാൻ തോന്നും. അല്ലെ, കോട്ടണേ ഇടാൻ പറ്റുള്ളൂ. ഞാൻ കോട്ടൺ സാരി ഉടുക്കണ ആളാണ്. 2x2 ബ്ലൗസ് ആണ് മിക്കവാറും കോട്ടാ സാരിക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ വിത്ത് ബ്ലൗസ് ആയിരിക്കും. വേറെ ഏതെങ്കിലും ഒരു സാരി ഉടുത്തു കഴിഞ്ഞാൽ എനിക്ക് അഴിച്ചു മാറ്റാനുള്ള ധൃതിയാണ്. പിന്നെ ഞാൻ എല്ലാവരും അങ്ങനെ ആയിരിക്കും. വേനക്ക് ഉച്ചയ്ക്ക് പോകുവാണെങ്കിൽ ഞാനൊന്ന് മേല് കഴിയേച്ച് ഡ്രസ്സ് മാറി ബ്ലൗസ് 2x2 ആണെങ്കിൽ പോലും നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും വേർക്കും. അത്രയ്ക്ക് ചൂടാവുകയും. നമ്മളെപ്പോഴും കാറിലായിരിക്കൂല പോണ. ബസ്സിലൊക്കെ ഞാൻ യാത്ര ചെയ്യണ ആളാന്ന് ഞാൻ പറയല്ലോ. എന്നാ എന്തൊരു ചൂടല്ലേ, ഒന്നും ആയിട്ടില്ല. അപ്പൊ എന്നോട് പറയും എന്തൊരു ചൂടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാർച്ച് തുടങ്ങിയുള്ളൂ, ഏപ്രിൽ മെയ് കൊടിയ ചൂടായിരിക്കും. ശരിയാ പറഞ്ഞത്, ശരിയാ. പിന്നെ നമുക്ക് ചിലപ്പോ ഈസ്റ്റർ ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ചെറിയ മഴയൊക്കെ പ്രതീക്ഷിക്കാം. അതെ എന്ന് വിചാരിക്കാം. മഴ പെയ്യുമ്പോൾ പെയ്യണ സമയങ്ങളിൽ മാത്രമേ തണുപ്പുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഇതാ. പിന്നെ വേറൊരു നാളെ കുറേ നമുക്ക് മുറ്റത്തിൻ്റെ താഴെയുള്ള നമ്മുടെ വാടാമുല്ല, നമ്മുടെ ഓറഞ്ച് ബന്തി എല്ലാം നിറച്ചു പൂത്തും. ശലഭങ്ങൾ വട്ടമിട്ട് പറക്കും. ഇന്ന് കുഞ്ഞോളേച്ച് വന്നപ്പോൾ ഞാൻ ആ ലാവൻഡർ ശൈല തന്നെ വാടാമുല്ലയുടെ കുറേ ഉണങ്ങിയ അരി കൊടുത്തു വിട്ട് പാകാൻ പറഞ്ഞു. പുള്ളിക്കാരത്തേക്ക് ഇഷ്ടം. നമ്മളിവിടെ ഇത് മുഴുവൻ കുനുകുനൂന്ന് ചട്ടിയിൽ മുളച്ചിട്ടുണ്ട്. നാളെ അതെല്ലാം വീഡിയോ എടുക്കാം. പിന്നെ ബ്രൈറ്റ് കളർ ബൊഗൈൻവില്ല നിറച്ചു പൂത്തും. ആരോ ചോദിച്ചായിരുന്നു ബൊഗൈൻവില്ല വാങ്ങിച്ചോന്ന്. ഇന്ന് ഞങ്ങൾ ബൊഗൈൻവില്ല വാങ്ങിക്കാൻ പോയി. വന്നിരിക്കുന്ന ഷോപ്പിലെ ബൊഗൈൻവില്ലയുടെ ചില്ലി റെഡ് ഉണ്ട്. അവർ പറഞ്ഞു നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ നിറച്ച് പൂക്കളാവും. ഇപ്പൊ 1-2 പൂ അതിൽ കാണാൻ പാകത്തിന് പൂവായിട്ടുണ്ട്. പിന്നെ കുരുകുരുന്നുണ്ട്, പക്ഷെ നിറച്ച് പൂവായിട്ട് എടുക്കണോളൂ. 350 എന്നാ റേറ്റ് പറഞ്ഞേക്കണേ. നമുക്ക് നോക്കട്ടെ, നമുക്ക് ഇവിടെ പുറത്തേക്കെല്ലാം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഗ്രീൻ നെസ്റ്റിലും ഒന്ന് നോക്കാം. ചില്ലി റെഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ലോക്കലല്ലേ, അവിടെ നിന്ന് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, മേടിച്ചില്ല കേട്ടോ. ഇങ്ങനെയും ചെന്നിട്ട് കിട്ടാത്തതുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച പിന്നെ വേറെ ഇച്ചിരി കുറച്ചൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു സമയം പെട്ടില്ല. ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സമയം കിട്ടിയില്ല. ഇന്ന് ഞങ്ങൾ പുറത്ത് ഇന്ന് നോക്കിയായിരുന്നു. 2 നഴ്സറി കയറി. നോക്കിയ നഴ്സറി തന്നെയാണ് പോയത്. അപ്പോൾ ഒരിടത്ത് സാധനം വന്നിട്ടുണ്ട്. 350 റേറ്റും. ഈ നമ്മുടെ ഇപ്പം മേടിച്ച്
വലിപ്പത്തിലുള്ള കൂട്ടിൽ അതെ. ഇരിക്കുന്നതിന്. അപ്പോൾ ഓക്കെ. അപ്പൊ പോത്തീസിന്ന് മേടിച്ചത് 1110 കേട്ടോ. നേരത്തെ മേടിച്ചത് അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. പശുവിന്റെ മേടിച്ചതും പിന്നെ ആ പിങ്കില്ലേ, പിങ്കിന്റെ 2.5 മീറ്റർ മേടിച്ചതിന്റെയും കൂടെ ചേർത്തിട്ടുള്ള ബില്ലാണ് അത് 1110. പിന്നെ ഷീമാട്ടിന്ന് മേടിച്ചത് 900 രൂപ. അപ്പൊ തന്നെ എത്രയായി? 1110 പ്ലസ് 900 എത്രയാ? 2010. പിന്നെ ലുലുന്ന് മേടിച്ചത് 278 അര. അപ്പൊ എത്രയായി? 2010 270 അല്ലേ? 2280. 88 8 ഞാൻ കിട്ടില്ല കേട്ടോ. 2288 വരും ഇന്നത്തെ ടോട്ടൽ പർച്ചേസ്. നമ്മളാ സ്ലൈസറിൽ അരിഞ്ഞ് വറുത്തിട്ട് എന്ത് സൂപ്പറായിരുന്നു.